Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. ഇത് മിക്കവാറും എല്ലാവരും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും അല്ലേ? അധികം സമയമൊന്നും വേണ്ട, ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി ഞാനിവിടെ 1 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മിനിമം അരമണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ചേർക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 5 സവാള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചൂടായ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ 2-3 തവണയായി നമുക്ക് മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും തണുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പിയായി വന്നോളും. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് നമ്മൾ നേരത്തെ സവാള വറുത്ത എണ്ണയിൽ നിന്നും 3 ടേബിൾ സ്പൂണോളം ഇതിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 8 അല്ലിയോളം വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി മുറിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം. 2 പച്ചമുളക് കൂടെ ഇതേപോലെ നെടുകെ കീറി ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് 3-4 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം 3 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതേപോലെ ചെറുതായി ഒന്ന് കൈവച്ച് പൊടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടെ ചേർക്കാം. ഇതൊരല്പം സ്പൈസി ആയിട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് അല്പം കുറക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി തയ്യാറാക്കുന്ന ചിക്കൻ റോസ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൻ്റെ ടേസ്റ്റ്. സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ ചുക്കയ്ക്ക്. ഇത് പൊറോട്ടയുടെയും ഗീ റൈസിൻ്റെയും കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയണം. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.